തട്ടുംപുറത്തേക്ക് വലിഞ്ഞു കയറാൻ എന്താ രസമല്ലേ? ഈ തട്ടുംപുറത്ത് വലിഞ്ഞു കയറ്റം എന്തിനാന്നല്ലേ? എൻ്റെ അമ്മ സൂക്ഷിച്ച് വെച്ച ഗ്ലാസ്സിനൊക്കെ പുറം ലോകം കാണിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നിനല്ല, ഞങ്ങളിന്ന് ചെറിയ രീതിയിൽ ഒരു ഇഫ്താർ പാർട്ടി ആക്കിയിട്ടോ. ഞങ്ങളെ ഹസ്ബൻഡുമാരും മക്കളും അമ്മയും ബ്രദറും ഒക്കെ കൂടി ചെറിയ രീതിയിലുള്ളൊരു ഇഫ്താർ പാർട്ടി. ഞങ്ങളിത് കുറേ ദിവസമായി പ്ലാൻ ചെയ്യുന്നു, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് ഞങ്ങളത് സാധ്യമാക്കി. ഞങ്ങൾ ഈ നോമ്പ് കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക്, 10 മിനിറ്റല്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നാളെ പെരുന്നാളാന്നുള്ള ഒരു മെസ്സേജ് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ട് ലാസ്റ്റ് ദിവസമെങ്കിലും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കുറച്ച് എണ്ണക്കടികൾ, കല്ലുമ്മക്കായി, പരിപ്പുവട, പഴംപൊരി, ഉന്നക്കായി, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, ഈത്തപ്പഴം, പിന്നെ 2 ടൈപ്പ് ഡ്രിങ്ക്സ്, പിന്നെ ഞങ്ങളെ അടുത്തുള്ള നെയ്ബേഴ്സ്, പിന്നെ ഞാൻ ഉമ്മാന്നാണ് വിളിക്കൽ, ഉമ്മയും അവരൊക്കെ കുറച്ച് നോമ്പുതുറ ഐറ്റംസ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി നല്ല രീതിയിൽ നോമ്പ് തുറച്ചു. പിന്നെ കളിയായി, ചിരിയായി, പാട്ടായി, പിന്നെ ഞങ്ങൾ അത്ര എൻജോയ് ചെയ്തു. പിന്നെ നൈറ്റിലെ ഫുഡിനെ കുറിച്ചായി പ്ലാനിങ് അല്ല, ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രില്ല് അൽഫാം ആക്കാമെന്ന്. അതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള റുമാലി റൊട്ടി, കുബൂസ്, ചപ്പാത്തി, പൊറോട്ട അതൊക്കെ ഞങ്ങൾ വാങ്ങുകയോ ചെയ്തത്. ഇത് മാത്രം ഞങ്ങൾ ഗ്രില്ല് ചെയ്യാമെന്ന് പ്ലാൻ ഇട്ടു. ഹസ്ബൻഡുമാരെ മുന്നിൽ കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഈ ഒരു പ്ലാൻ ഇട്ടത്. കാരണം ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. കാരണം തീറ്റ മാത്രമേ ഞങ്ങൾക്ക് പറ്റൂ. അങ്ങനെ ചാർക്കോളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വലിയ ടാസ്ക് ആയിരുന്നു ഈ ചൂട് തീ കത്തിച്ച് ആക്കൽ. അങ്ങനെ ഞങ്ങളെ ഹസ്ബൻഡുമാർ അതിനെ മാക്സിമം ട്രൈ ചെയ്യാൻ തുടങ്ങി. ഊതലായി, വീശലായി, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കത്തിക്കൽ തുടങ്ങി. ഞങ്ങൾ പിന്നെ റെസ്റ്റ് എടുത്തു, കാരണം തിന്നേണ്ടതല്ലേ. അങ്ങനെ പക്ഷേ ഞങ്ങൾ ചിക്കനൊക്കെ ആദ്യം തന്നെ പുരട്ടി നല്ല ഇതായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യൽ മാത്രമേ അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനെ തന്നെ ബുദ്ധിമുട്ടി നല്ലോണം. പിന്നെ അവരതൊക്കെ ചെയ്ത് തന്നു. ഞങ്ങളത് വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടുവന്നു, കാരണം ടേസ്റ്റ് നോക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് ആയി. മക്കളെല്ലാവരും കളിയായിരുന്നു. അവർ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളും. പിന്നെ അങ്ങനെ ആക്കിയ ശേഷം ഒരു ലേറ്റായി എല്ലാം കഴിയാൻ വേണ്ടി. അപ്പോൾ പിന്നെ തിന്നാനുള്ളൊരു ഉഷാറുണ്ടായിരുന്നില്ല. പക്ഷെ തിന്നാണ്ട് നിന്നില്ല. പിന്നെ മക്കളും ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ ഞങ്ങൾ റെസ്റ്റ് എടുത്തു, ബായ് പറഞ്ഞു. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് രാത്രി പോയി.